മൃഗസംരക്ഷണ വകുപ്പിലെ നടപടിക്ക് പിന്നാലെ ഇതാ മന്ത്രി ചിഞ്ചു റാണി ടെലിഫോണിൽ ചേരുന്നുണ്ട്. മിനിസ്റ്ററെ, ഒരുപക്ഷെ ആദ്യം തന്നെ കൃഷി വകുപ്പിൽ നിന്ന് നടപടി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പിൽ നടപടിയായിരിക്കാണ്. ഇവർക്ക് സസ്പെൻഷൻ ഇല്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എങ്കിൽ തന്നെയും 18% പലിശയോടുകൂടി ഈ നഷ്ടപ്പെട്ട തുക സർക്കാർ തിരിച്ചു പിടിക്കുന്നുണ്ട്. ഇവർക്കെതിരെ മറ്റു നടപടികൾ സ്വീകരിക്കുമോ? ഇതിൽ ഇത്രയും പേരിൽ മാത്രം ഒതുങ്ങുന്നതാണോ മൃഗസംരക്ഷണ വകുപ്പിൽ ഈ തട്ടിപ്പ് നടത്തിയവർ? മൃഗസംരക്ഷണ വകുപ്പില് ഞങ്ങളൊരു കണക്കെടുത്ത് നോക്കിയപ്പോൾ 72 പേരാണ് മൃഗസംരക്ഷണ വകുപ്പില് ഈ പെൻഷൻ കൈപ്പറ്റിയിരിക്കുന്നത്. 4 പേര് ഡയറി ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാരാണ്. അപ്പൊ നമ്മളിപ്പം ചെയ്യുന്നത് അവരുടെ അത് 90% ആൾക്കാരും സ്വീപ്പർ ഉൾപ്പെടെയുള്ള തസ്തികകളിൽ ജോലി നേടിയ ആൾക്കാരാണ്. ഇത്തരത്തിലുള്ള പെൻഷൻ 90% ഞങ്ങളുടെ വകുപ്പില് കൈപ്പറ്റിയിരിക്കുന്നെന്നുള്ളതാണ്. അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് അല്ലാതുള്ള ഉദ്യോഗസ്ഥർ ചിലര് കൈപ്പറ്റിയിരിക്കുന്നത്. ഇപ്പൊ എന്തായാലും വിശദമായ നിലയിൽ ഒരു അന്വേഷണം ഞങ്ങൾ നോക്കുന്നുണ്ട്. അവർക്ക് നോട്ടീസ് നൽകി അവർക്ക് പറയാനുള്ളത് കൂടി കേട്ടുകൊണ്ട് അച്ചടക്ക നടപടിയിലേക്ക് പോകാനാണ് ഞങ്ങളുടെ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. മിനിസ്റ്റർ, ഈ തട്ടിപ്പ് നടത്തിയതിന് അകത്ത് ഒരു മൃഗ ഡോക്ടർ വരെ ഉൾപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു മൃഗ ഡോക്ടർക്ക് നമുക്കറിയാം, ഇപ്പോൾ ഒരു പാർട്ട് ടൈം സ്വീപ്പർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെയും ഒരു പോട്ടയെന്നേലും വെക്കാം. പക്ഷെ ഒരു മൃഗ ഡോക്ടറെ പോലെയുള്ളവർ തന്നെ ഇത്തരം തട്ടിപ്പ് നടത്തുന്നു. ഒന്നത്. മറ്റൊന്ന്, വകുപ്പുകളിൽ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കണമെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ മാത്രം വിചാരിച്ചാൽ പോരാ. ഇത് വലിയൊരു നെക്സസ് അല്ലേ, വലിയൊരു സംഘം ഇതിൽ പ്രവർത്തിക്കുകയല്ലേ. സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുന്നവർ തന്നെ അതിനകത്തിരിക്കുന്നു എന്ന് പറയുന്ന അതീവ ഗുരുതരമായ ഒരു കാര്യം സംഭവിക്കുന്നു. മന്ത്രിക്ക് എന്ത് തോന്നുന്നു? മന്ത്രിമാരുടെ ടെലിഫോൺ ലൈനിൽ പ്രശ്നമുണ്ട്. നമുക്ക് വീണ്ടും ശ്രമിക്കാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു.